ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കഴുകിയൊക്കെ അവിടെ ആർക്കും പറ്റില്ല. കഴുകിയ ചെന്നവിടെ കയ്യിലെ വെള്ളം ഊരിപ്പോ എല്ലാവരുടെയും അല്ല. അല്ലെങ്കിൽ പണിയെടുത്ത് തീർക്കാനായിട്ട് വേലക്കാരിയുടെ പോലെ ഞാനുണ്ടല്ലോ ഇവിടെ. അല്ല മുറ്റത്ത് മനുഷ്യന്. പ്രവീണേട്ടാ എന്താ കഴിച്ച പ്ലേറ്റ് കഴുകിക്കാൻ പറ്റില്ലേ? അത് നീ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ അതിന്റെ ഇടയിൽ ഒരു ശല്യമായിട്ട് വരണ്ടെന്ന് പറഞ്ഞു. വെറുതെ എന്തിനാണ് ചീത്ത വിളി കേൾക്കണം? ആ എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ടല്ലോ അല്ലേ? നീ ഒന്ന് പതുക്കെ പറ, അമ്മ കേക്കും. ഇവിടെ മനുഷ്യന് മിണ്ടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലേ? അപ്പൊ പകലന്ത്യോളം ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരുത്തി ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വെച്ചും വിളമ്പി തുണി അലക്കും കഴുകി വൃത്തിയാക്കും ചാവാറായി. എന്നാ ഒന്ന് കണ്ടറിഞ്ഞ് ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യാം, അത് പറ്റില്ല. നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കണേ എന്തിന്? നിനക്കിപ്പോ എന്തോന്ന് ഹെൽപ്പ് വേണം, ഞാൻ അത് ചെയ്തു തന്നാ പോരെ. എന്റെ ഫീലിങ്സിന് ഇവിടെ യാതൊരു വാല്യൂല്ല, അതറിയോ? അല്ലെങ്കിൽ തന്നെ നീ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടാ? പിന്നെ നിന്നെ പോലെ കണ്ടും കേട്ടോ അറിഞ്ഞൊന്നും ഞാൻ ഒന്നും ചെയ്യൂല, അത് സമ്മതിച്ചു. നീ ഇങ്ങോട്ട് മാറിയേ, ഞാൻ ചെയ്തോളാം. നിനക്കെന്ത് വയറുവേദന? ഇന്ന് രാവിലെ പീരീഡ്സ് ആയതാ. 2 ആഴ്ച മുമ്പല്ലേ ആയത്, പിന്നെ ഇപ്പൊ എന്ത് വീണ്ടും? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ? 2-3 മാസമായി മനുഷ്യന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ എന്നെ ഇവിടെ ആർക്കും വേണ്ടല്ലോ, ഭർത്താവിനും വേണ്ട മക്കൾക്കും വേണ്ട, ഒരു സ്നേഹമില്ല ആർക്കും എന്നോട്. നീ ഇപ്പൊ ഇങ്ങനെ കരയാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ എന്റെ ഫീലിങ്സ് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാല്. ഇതിപ്പോ ആരോ പണ്ട് പറഞ്ഞ പോലെ. എന്താ ഇവിടെ? ഒന്നുമില്ലമ്മ. ഒന്നുമില്ലമ്മ. നീയൊക്കെ പറയുന്നത് കേൾക്കാതിരിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. എന്തിനാടി കിടന്ന് പോകുന്നേ? ഒന്നുമില്ല അമ്മ. ഒന്നുമില്ലെന്നും അല്ല, എനിക്കെല്ലാം അറിയാടി മോളെ. നീ 10-15 വർഷമായാലും ഇവിടെ വന്ന് നിന്നിട്ട്. അന്നു മുതൽ ഞാൻ കാണുന്നതാ. ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വന്നത് നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അത് തന്നെ കാര്യം. അയ്യോ അമ്മ എന്തിനിങ്ങനെ ഇല്ലാത്തതൊക്കെ പറയണത്? ഇല്ലാത്തൊന്നും അല്ല, എനിക്കെല്ലാം അറിയാം. അന്നുമല്ല നിനക്ക് എന്നെ തീരെ ഇഷ്ടമല്ല, ഞാനങ്ങ് പോയേക്കാം. എന്റെ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ. അവക്ക് അമ്മ എന്ത് കാര്യമാണെന്ന് അറിയാമോ? അവള് നിർബന്ധിച്ചിട്ടാ ഞാൻ അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് തന്നെ. പിന്നെ എല്ലാം എനിക്കറിയാം. ഇതിപ്പം അവക്ക് പീരീഡ്സ് ആയി, അതിന്റെ ദേഷ്യം വിഷമമൊക്കെ കാണിക്കുന്നതാ. പിന്നെ ഇവൾക്ക് മാത്രമേ ഉള്ളൂ പീരീഡ്സ്. ഞാൻ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് എവിടെ വരെ എത്തിയത്? ഡി നീ പൂങ്കണ്ണീരൊന്നും ഒഴിക്കണ്ട, ഞാനങ്ങ് പോയേക്കാം. ഇതൊന്നും കണ്ടു നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല.